ആണ് ഈസാറാം ആണെന്ന് വാസ്വേറ് ആണ് ഈസാറാം ആണെന്ന് വാസ്വേറ് ആണെന്ന് വാസ്വേറ് ആണെന്ന് തന്നെ വാസ്വേറിനെ പഠിച്ചിട്ടുള്ളത് ഇൻഡയറക്റ്റ് സ്പീച്ചിൽ. ഡയറക്റ്റ് സ്പീച്ച് അല്ല ഞാൻ പറയണേ, ഇൻഡയറക്റ്റ് സ്പീച്ചിൽ വാസ്വേറിൻ്റെ മലയാളം എന്താ? ആണെന്ന് എന്നാണ്. അവൾ പറഞ്ഞു അവൾ പോവാണെന്ന്. ഷീ സെഡ് ഷി വാസ് ഗോയിങ്. അവൻ പറഞ്ഞു അവൻ ക്രിക്കറ്റ് കളിക്കുകയാണെന്ന്. ഹി സെഡ് ഹി വാസ് പ്ലേയിങ് ക്രിക്കറ്റ്. ഇതാണ് ശരി. ഇത് ആണെന്ന് തന്നെ എടുക്കണം. മലയാള ഭാഷ എന്ത് നല്ലതാണ് പൊന്നപ്പ. ആണ് ആണെന്ന് അങ്ങ് പറഞ്ഞാൽ മതി. സായിപ്പിൻ്റെ ഭാഷയിൽ ഇത് പ്രശ്നമാണ്. സായിപ്പിൻ്റെ ഭാഷ കൃത്യമായി മനസ്സിലാക്കിയില്ലെങ്കിൽ അപകടം എങ്ങനെയാണെന്ന് പറയണ്ടേ. വാസ്വേർ എന്ന് പറഞ്ഞാൽ എന്തെന്ന് ചോദിച്ചാൽ ആയിരുന്നെന്ന് മാത്രം അറിയണ ആൾക്ക് വേണ്ടിയിട്ടാണ് ടീച്ചർ ഈ എക്സാമ്പിൾ പറയാൻ പോണത്. ഒരാൾ വന്നിട്ട് പറയാണ്, ഞാൻ സോമൻ്റെ മോനാണ്, ഐ ആം സോമൻ സൺ. ഞാൻ സോമൻ്റെ മോനാണ്. നമ്മളെ ഭാഷയിൽ കുഴപ്പമില്ലപ്പാ, അവൻ പറഞ്ഞ അവൻ സോമൻ്റെ മോനാണെന്ന് തന്നെ നമ്മൾ പറയും. ഇംഗ്ലീഷുകാരൻ്റെ ഭാഷയിൽ അതെങ്ങനെയായി മാറും? ഹി സെഡ് ഹി വാസ് സോമൻ സൺ എന്നായി മാറും ഇൻഡയറക്റ്റ്ലി. എന്നിട്ട് നിങ്ങൾ ഈ വാസ് ആയിരുന്നെന്നാണ് എടുക്കണമെങ്കിൽ എങ്ങനെയാണ്? അവൻ പറഞ്ഞ അവൻ സോമൻ്റെ മോനായിരുന്നെന്നാ. അപ്പം ഇപ്പം കുട്ടപ്പൻ്റെ മോനാണെന്നൊന്നും ടീച്ചർക്ക് അറിഞ്ഞുകൂടെ കേട്ടോ. ഇപ്പം കുട്ടപ്പൻ്റെ മോനാണ്. ഹി സെഡ് ഹി വാസ് സോമൻസ് സൺ എന്ന് പറഞ്ഞ അവൻ സോമൻ്റെ മകൻ ആണെന്ന് എന്നാണ് ഇൻഡയറക്റ്റില്ല മലയാളം പഠിക്കണം. അല്ലാതെ സായിപ്പിൻ്റെ ഭാഷയിലെ വാസ്വേർ ആയിരുന്നു എന്ന് മാത്രം പഠിച്ചുകൊണ്ടിരുന്ന സോമൻ്റെ മകനായിരുന്നെന്ന് പറയും. മനസ്സിലായോ? ഇനിയിപ്പോൾ ഇനി കുട്ടപ്പന് സോമനും തമ്മിൽ അടി നടക്കുമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പഠിക്കാൻ പാകം കേട്ടോ. വെൽക്കം ടു ഷെനൈൻസ് അക്കാഡമി.